ഹായ് ഫ്രണ്ട്സ്, മനു ഗ്ലോ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമുക്ക് പ്ലം കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. അത് പെട്ടെന്ന് ഉണ്ടാക്കുന്ന 3 ദിവസം കൊണ്ട് ഉണ്ടാക്കുന്ന ഇൻഗ്രീഡിയൻസാണ്. ഇത് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൂടെ ഇന്ന് സോക്ക് ചെയ്ത് വെക്കും. ഇനി 3-ാം ദിവസം നമ്മളത് കേക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഇന്ന് 2 ഓറഞ്ചിൻ്റെ സിറപ്പ് എടുത്തതാണ്, അതിൻ്റെ ജ്യൂസാക്കി എടുത്തതാണ് ഇത്. ഈ ജ്യൂസിലാണ് ഇതെല്ലാം മിക്സ് ചെയ്യണത്. അപ്പോൾ ഇതെല്ലാം നമുക്ക് കണ്ടു നോക്കാമേ. ഡ്രൈ ഫ്രൂട്ട്സിൽ ഈ മുന്തിരി ഉണ്ടല്ലോ, അത് നന്നായിട്ട് കഴുകണം. അത് നന്നായിട്ട് കഴുകിയിട്ട് വേണം നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഓറഞ്ച് ജ്യൂസിൽ നമ്മളിതെല്ലാം കൂടെ കഴുകി വരിയതാണ് ഇത്. ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൂടെ ഒരു 2 സ്പൂണ് പഞ്ചസാരയും കൂടെ ഇടണേ. ഇനി അടുപ്പേ വെച്ച് ഇതൊന്ന് വേവിക്കണം. ഒരു 2 പിഞ്ച് ഈസ്റ്റാണ്, 2 പിഞ്ച് ഈസ്റ്റ്. കൂടുതൽ ചേർക്കരുത്. ചെറു ചൂടുവെള്ളത്തിൽ കുതിർത്താൻ വയ്ക്കണത്. അരമണിക്കൂർ വരെ 10 മിനിറ്റ് ഇരുന്നാൽ മതി. 10 മിനിറ്റ് ഇരുന്ന് കഴിയുമ്പോൾ നമുക്ക് എടുക്കാം. ഓറഞ്ച് ജ്യൂസിൽ കിടന്നത് ശരിക്കും നന്നായിട്ട് വെന്തത് കണ്ടോ, ജ്യൂസിൻ്റെ ഇത്രയും ഈ പരുവത്തിലായി, നല്ലൊരു സിറപ്പ് പോലെയായി. പിന്നെ ഇതിനകത്തേക്ക് നമ്മൾ ഈസ്റ്റ് മിക്സ് ചെയ്ത് വെച്ച് ഈസ്റ്റ് ഇതിനകത്ത് ഒഴിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഒന്ന് ഫെർമെൻറ്റേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. കാരണം ഡ്രൈ ഫ്രൂട്ട് അല്ലെങ്കിൽ ഒരു ഇത് വരത്തില്ല. അത് അതിന് വേണ്ടിയിട്ട് ഈസ്റ്റ് മിക്സ് ചെയ്ത് നിങ്ങളുടെ ഈസ്റ്റും പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്ത് വെച്ചതാണ്. പിന്നെ ഇത് 3 ദിവസം അടച്ച് വെക്കണം. എന്നും ഇളക്കണം. 2 ദിവസവും ഇളക്കണം. 3-ാം ദിവസം നമുക്ക് പ്ലം കേക്ക് ഉണ്ടാക്കാം. ഇനി ഇത് അടച്ച് വെച്ചേക്കും. ഇത് തണുത്തിട്ടാട്ടോ ഇത് ഒഴിച്ചത്, ചൂടനെയല്ല, തണുത്ത് കഴിഞ്ഞിട്ട്. ഇനി ഇത് അടച്ച് വെച്ചേർന്നാൽ മതി. ഒന്നുപോലെ ഇങ്ങനെ സ്റ്റീൽ പാത്രത്തിൽ അല്ലെങ്കിൽ അല്ലെ ഗ്ലാസ് ബൗളിലാണ് ഇട്ട് വെക്കേണ്ടത്. ഞാൻ ഇതേ തന്നെ അടച്ചങ്ങ് വയ്ക്കുകയും. ഇനി 3-ാം ദിവസം നമുക്ക് എടുക്കാം. പ്ലം കേക്കിന് വേണ്ടിയിട്ട് ഇന്നലെ മിക്സ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇന്നത് ഇളക്കി നോക്കണം. എല്ലാം നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇന്നലെ നമ്മൾ ഈസ്റ്റൊക്കെ ഇട്ട് ഇളക്കി വെച്ചില്ലേ, അത് പിന്നെ ഇപ്പോഴാണ് ഞാനത് ഇളക്കി നോക്കുന്നത്. ഇനി നാളെ എങ്ങനെ ഇളക്കണം, അത് കഴിഞ്ഞിട്ട് നാളെ കഴിഞ്ഞാണ് നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാമാണ് ഇത്. ഓക്കെ. ചോക്ലേറ്റ് പ്ലം കേക്കിനുള്ള കാരമൽ ചെയ്യാൻ വേണ്ടിയിട്ട് 1/2 കപ്പ് പഞ്ചസാര നമ്മൾ കാരമൽ ചെയ്യണം. കാരമൽ ചെയ്യാനാണ് നല്ല ചൂടനെ, കുറച്ച് നേരം നല്ല ചൂടിന് ഒന്ന് ഉരുകി തുടങ്ങുമ്പോൾ നമ്മൾ സിമ്മിലേക്ക് ആക്കണം. ഇളക്കുകയൊന്നും ചെയ്യരുത്. ഇതിപ്പോൾ ഞാൻ എന്തെങ്കിലും നീക്കിയിട്ടതാണ്, അതങ്ങനെ സൈഡായി വരട്ടെ. കാരമലായി തുടങ്ങുന്നു. കാരമൽ ചെയ്യുമ്പോൾ എപ്പോഴും അലൂമിനിയം പാത്രത്തിൽ ചെയ്യണേ ഏറ്റവും നല്ലത്, പെട്ടെന്നായിക്കോളും. ഇതിപ്പോൾ ശരിക്കും ഉരുകി തുടങ്ങി. അപ്പം നമ്മൾ പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം ഉരുകി തുടങ്ങുമ്പോൾ. പിന്നെ അതങ്ങ് ആയിക്കോളും. പക്ഷെ ഒത്തിരി കരിഞ്ഞു പോകരുത്. നല്ല ബ്രൗൺ കളറാവണം, എന്നാലാണ് കാരമലിൻ്റെ ആ കളറ് വരത്തുള്ളൂ.
ചോക്ലേറ്റ് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ഇത്. ഇനിയിപ്പോൾ അതേ ശരിക്കും ആയി തുടങ്ങി. ആദ്യം നമ്മളിത് ഇടുമ്പോൾ ഇളക്കരുത്. സൈഡിൽ നിന്നെല്ലാം ബ്രൗൺ കളറായി വരുമ്പോൾ ഇളക്കണം. ഇളക്കി കരിയാൻ പാടില്ല. ഒന്ന് ആയി വരട്ടെ. നന്നായിട്ട് മെൽറ്റായി നല്ലൊരു ബ്രൗൺ കളറായി നല്ല ഹണി കളറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 1/2 കപ്പ് വെള്ളം ചേർക്കണേ. 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് ഒന്നുകൂടെ തിളപ്പിക്കണം. ഇത് ഒഴിക്കുമ്പോൾ ഇച്ചിരി ഷൂന്ന് സൗണ്ട് കേൾക്കേ. അപ്പോൾ ഇത് കട്ട പോലെ കല്ല് പോലെയാവും കണ്ടോ. അപ്പം അത് ഇനി മെൽറ്റായിക്കോളും. ഇനി അത് മെൽറ്റായി തേൻ പോലെ ആയിക്കോളും. അതുപോലെ നല്ല പത പോലെ വരും. ശരിക്കും മെൽറ്റായി നല്ല ബ്രൗൺ കളറിൽ ഹണി കളറായി. ഇനി ഇത് നമ്മൾ തണുക്കാൻ വേണ്ടിയിട്ട് വെക്കണം. ശരിക്കും മെൽറ്റായി. ഇനി തണുക്കാനായിട്ട് ഒരു ബൗളിലേക്ക് ഒഴിച്ച് വെക്കണേ. ഇനി ഒരു ജാർ എടുത്തിട്ട് 2 മുട്ട, നല്ല നാടൻ കോഴിമുട്ട എടുക്കരുത്, അല്ലാത്ത മുട്ട എടുക്കേണ്ടത്. എന്നാൽ അതിനകത്ത് വൈറ്റ് കൂടുതൽ കാണത്തേ ഉള്ളൂ. 2 മുട്ടയാണേ. ഇതിന് നന്നായിട്ട് അടിച്ച് പതപ്പിച്ചെടുക്കട്ടെ കേട്ടോ. മുട്ട അടിച്ചു കൊണ്ടുവന്നു. ഇനി അതിൻ്റെ കൂടെ 1 സ്പൂൺ വാനില എസൻസും കൂടെ ചേർക്കണേ. ഈ ഇത് അടിക്കുമ്പോൾ ഒട്ടും ഈ ജാറിൻ്റെ അകത്ത് ഒട്ടും വെള്ളം പാടില്ല. ഒട്ടും ഒരു തുള്ളി പോലും വെള്ളം കാണാൻ പാടില്ലേ. പിന്നെ ഇത് ഒന്നോടെ ഒന്ന് അടിച്ചു കൊണ്ടുവരട്ടെ. ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. 1/2 കപ്പ് പഞ്ചസാര. അപ്പോൾ ആ 1/2 കപ്പ് പഞ്ചസാരയും കൂടെ ഇനി ഇതിനകത്തേക്ക് ചേർക്കണം. എന്നിട്ട് ഇത് ശരിക്കും ഒന്നോടെ ഒരു മിനിറ്റ് നന്നായിട്ട് അടിച്ചെടുക്കണം. ഒന്നും വെള്ളം കാണാൻ പാടില്ല കേട്ടോ. ഒരു തുള്ളി പോലും വെള്ളം ആവരുത്. വെള്ളമില്ലാതെ നമ്മൾ ശരിക്കും തുടച്ചിട്ട് വേണം എടുക്കാനായിട്ട്. ഇതൊന്നോടെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കട്ടെ. പൊടിച്ച പഞ്ചസാര ഇട്ട് മിക്സ് ചെയ്ത് കൊണ്ടുവന്നു. ഇനി ഇതിലേക്ക് നമ്മൾ 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ബട്ടർ. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുന്നത്. അത് ഒഴിച്ച് ഒത്തിരി സ്പീഡിന് അടിക്കേണ്ട, ഒന്ന് കറക്കി എടുത്താൽ മതി. കാരണം ഓയിൽ ഒഴിച്ചിട്ട് ഒത്തിരി ഇതാക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതൊന്നുകൂടെ ഒന്ന് അടിച്ചെടുക്കട്ടെ. ചെറുതായിട്ടൊന്ന് അടിച്ചെടുക്കണ്ടേ. ഇവിടെ ഓവൻ സെറ്റപ്പ് ചൂടാക്കുകയാണ്. ഓവനിലല്ല ഉണ്ടാക്കുന്നത്, ചെരുവത്തിലാണ് ഉണ്ടാക്കുന്നത്. കാരണം എല്ലാവരും എന്നോട് പറഞ്ഞു ചെരുവത്തിൽ ഉണ്ടാക്കുന്ന വീഡിയോ കാണിക്കണേന്ന്. അപ്പോൾ അതുകൊണ്ട് ചെരുവത്തിലാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് നമ്മളിപ്പോൾ പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫുള്ളിൽ ഒരു 5 മിനിറ്റ് ഫുൾ ചൂടിൽ വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ സിമ്മിലേക്ക് ഇടും. അപ്പോൾ ഇതിങ്ങനെ ഓവൻ സെറ്റപ്പ് ആക്കി വെച്ചേക്കുക. ഫുള്ളിലിട്ട് വെച്ചേക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് 5 മിനിറ്റ് കഴിയുമ്പോൾ സിമ്മിലേക്ക് ആക്കും. പഞ്ചസാരയും മുട്ടയും എല്ലാം കൂടെ അടിച്ച മിശ്രിതം ഉണ്ടല്ലോ, അത് നമുക്കൊരു ബൗളിലേക്ക് ഒഴിക്കാമേ. ഇതിലേക്ക് നമ്മൾ ഇന്നലെ മിക്സ് ചെയ്ത് കഴിഞ്ഞ ദിവസം വച്ചില്ലായിരുന്നു ഫ്രൂട്ട്സ്, ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൂടെ. ആ ഡ്രൈ ഫ്രൂട്ട്സും കൂടെ ഇതിനകത്തേക്ക് ഇടുന്നേ. നല്ല സ്മെല്ലാണ് അതിൻ്റെ, നല്ല സ്മെല്ല്, നമുക്ക് കഴിക്കാൻ തോന്നും. അത് ശരിക്കും നന്നായിട്ടൊന്ന് ഇളക്കണം. നന്നായിട്ട് ഇളക്കി ഇതിൻ്റെ കൂടെ ഇനി നമുക്ക് അതിൻ്റെ ഗ്രാമ്പൂ, പട്ട എല്ലാം കൂടെ പൊടിച്ച പൊടി നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അതൊരു 1/4 ടീസ്പൂൺ അതും കൂടെ ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യാനിടണേ. ജിഞ്ചർ പീലും കൂടെ ഉണ്ട്, ജിഞ്ചർ വിളയിച്ചത്, അതും കൂടെ ഒരു 1 സ്പൂൺ ഉണ്ട്. അതും കൂടെ ഇട്ട് ഇളക്കി നന്നായി. ഇനി നമ്മൾ പഞ്ചസാര കാരമൽ ചെയ്തതില്ലേ, അതും കൂടെ ഇതിൻ്റെ കൂടെ ഒഴിക്കണം.
അപ്പോൾ ശരിക്കും അതും നന്നായിട്ട് ഇളക്കണം. ഇതിലേക്ക് 1 കപ്പ് മൈദ പൊടി, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ 1 നുള്ള് ഉപ്പ്. ഇത്രയിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ഇടഞ്ഞെടുക്കണേ. ശരിക്കും നമ്മളിത് ഇളക്കി നന്നായിട്ട് യോജിപ്പിക്കണം. കുറച്ച് ക്രഷ് ചെയ്ത കാഷ്യൂനട്ട് ഉണ്ട്, അതും കൂടെയും കുറച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് സോഫ്റ്റായിട്ട് ഇളക്കാമുള്ളൂ, പതുക്കെ, ഒത്തിരി കുത്തി ഇളക്കരുത്, പതുക്കെ സോഫ്റ്റായിട്ട്. ഇത് നമ്മൾ ബട്ടറൊക്കെ തേച്ച ഇതുണ്ട്, ഇതിൻ്റെ ട്രേ ഉണ്ട്, ട്രേയിലേക്ക് നമ്മളിത് ഒഴിച്ച് വയ്ക്കണേ. ടാപ്പ് ചെയ്യണേ ഇങ്ങനെ, ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടത്. ഡെക്കറേഷന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ഓവൻ സെറ്റപ്പിലേക്ക് വെക്കുന്നത് കൈ പൊള്ളും, ചൂടായിരിക്കില്ല, അതുകൊണ്ട് വയ്ക്കാൻ ഇച്ചിരി പണിയാണ് നമുക്ക്. രക്ഷപ്പെട്ടു. ഇനി അടച്ച് വെച്ച് 1 മണിക്കൂർ വേണ്ടി വരും ഇതായി വരാൻ. നമ്മുടെ കേക്ക് എല്ലാം റെഡി ആയിട്ടോ. ഞാനിങ്ങനെ നോക്കി കഴിഞ്ഞപ്പോൾ ഒട്ടും പിടിച്ചിട്ടില്ല, എല്ലാം കണ്ടോ കറക്റ്റായി. ഇനി നമുക്കത് എടുക്കാം. ഇത് എടുക്കണതും വയ്ക്കണതും ഒരു ടാസ്ക്കാണ്. ഇതാണ് നമ്മുടെ ചോക്ലേറ്റ് പ്ലം കേക്ക്. ഇനി കേക്ക് കുറച്ച് നേരം ഒന്ന് തണുക്കാനായിട്ട് വെച്ചേക്കുകയാണ്. അപ്പോൾ നമുക്കതിനകത്ത് ചുമ്മാ വയ്ക്കണ്ടല്ലോ, അപ്പോൾ ഒരു നെറ്റിൻ്റെ കൊട്ട വെച്ചിട്ട് അടച്ച് വയ്ക്കാം. അപ്പോൾ പിന്നെ ഇനി തണുത്തിട്ട് നമുക്കത് കട്ട് ചെയ്യാം. കേക്ക് ചൂടാറി, ഇനി നമുക്കൊന്ന് മറച്ചിട്ട് നോക്കട്ടെ കേട്ടോ. പേപ്പർ ഇപ്പോൾ കളയാം.
കേക്കിന് കുറച്ചുകൂടിയും കളറും ഭംഗിയും വരാൻ വേണ്ടിയിട്ട് ഷുഗർ സിറപ്പ് ഒന്ന് ഞാനിങ്ങനെ കൊടുക്കുന്നുണ്ട്, ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് വേണമെന്നില്ല, അത് എൻ്റെ ഒരു കണ്ട് കഴിഞ്ഞപ്പോൾ ഒരു ഭംഗി വരാൻ വേണ്ടിയിട്ട്, ഒരു ഗ്ലേസിങ് കിട്ടും അന്നേരം. പ്ലം കേക്കിന് ഡ്രൈനെസ് ഒന്ന് മാറിയിട്ട് ഒരു ഷൈനിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ കേക്കിനൊരു പ്രത്യേകതയുണ്ട്. ഇത് എൻ്റെ ബ്യൂട്ടി പാർലറിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ്. ഇന്ന് ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സ്വന്തമായിട്ട് പാർലറിലേക്ക് കേക്ക് ഉണ്ടാക്കി ഞങ്ങളെല്ലാവരും കൂടി ഇത് കട്ട് ചെയ്യും. അപ്പോൾ അതിന് സ്പെഷ്യലായിട്ട് ചോക്ലേറ്റ് പ്ലം കേക്കാണ്. അത് നമ്മൾ ഷോപ്പുകളിൽ നിന്ന് മേടിക്കുന്ന രീതിയിലല്ല, ഞാൻ വെറൈറ്റി ആയിട്ട് ചെയ്തതാണ്. അപ്പോൾ അതിന് പ്രത്യേക ഒരു സന്തോഷമുണ്ട്. ഇനി ഇത് കട്ട് ചെയ്ത് എല്ലാവരും കഴിച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ റിസൾട്ട് കറക്റ്റ് അറിയാം. ചേച്ചി പിടിക്കാൻ പറ്റും പിന്നെ ചേച്ചി എല്ലാവർക്കും ഞാനങ്ങ് തരാം. കുക്കിങ്ങിനെ കുറിച്ച് പറഞ്ഞിട്ട് നമുക്ക് അടിപൊളി കേക്ക് അങ്ങനെയൊക്കെ സൂപ്പറായിട്ടുണ്ട്. ഇനി എല്ലാവരും ഒരുമിച്ച് ഹാപ്പി ക്രിസ്മസ് കേക്ക് സൂപ്പർ. ഇത് മഞ്ചേരി ഉണ്ടാക്കിയല്ലേ, നല്ല ടേസ്റ്റി കേക്കാണ്. ചോക്ലേറ്റ് പ്ലം കേക്ക് നല്ല ടേസ്റ്റി കേക്കാണ്. ഇതിന്റെ റെസിപ്പി ഒക്കെ പറഞ്ഞു തരണം. കേക്കിനെ കുറിച്ച് വലിയ നോളജ് ഇല്ലാത്ത ആളാണ്, കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റി ആണ്. താങ്ക് യു. ഇന്നത്തെ നമ്മുടെ വീഡിയോഗ്രാഫറാണ്. അവള് വേറെന്തെങ്കിലും പഠിക്കുന്നത്. താങ്ക് യു. ഹാപ്പി ക്രിസ്മസ്.